ഗായ്സ്, ഇത് നമ്മുടെ ജോസോട്ടിന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നേ. റിയോയുടെ ഒരു അടിപൊളി സൈക്കിൾ. ഇത് നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയതാണെങ്കിലും ഞങ്ങൾ ഈ സൈക്കിൾ റീസെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷെ ഇതിന്റെ സ്ക്രൂ ഒന്നും ഞങ്ങൾ ടൈറ്റ് ചെയ്യാതെ ചുമ്മാ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ പിന്നെ ജോംചേട്ടൻ ഇത് ശരിയാക്കി തന്നു. അതിനൊരു ഫുഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു, അത് തിരിഞ്ഞായിരുന്നു ഇരുന്നത്. പിന്നെ സ്ക്രൂ എല്ലാം ടൈറ്റ് ആക്കി നല്ല ഭംഗിയാക്കി ജോംചേട്ടൻ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അതുമായിട്ട് ഞങ്ങളുടെ റൈഡർ കണ്ണാപ്പി പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് പേരൻസിനാണ് അവരെക്കാൾ കൂടുതൽ സന്തോഷമാവുന്നത്. ഈ റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകളിലൊക്കെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരാറുണ്ട്. എങ്ങനെയാണ് ഓരോരുത്തർക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ തോന്നുന്നത്? അവരുടെ ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും മനസ്സിനൊരു സന്തോഷമാണ്, നമുക്കൊരു പോസിറ്റീവ് വൈബാണ് സത്യം പറഞ്ഞാൽ കുട്ടികളിലൂടെ ലഭിക്കുന്നത്, അല്ലേ? പല അമ്മമാരും അവരുടെ ഫ്യൂച്ചറും പാഷനും പ്രൊഫഷനും എല്ലാം കളഞ്ഞായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ ഉപദ്രവിക്കാൻ തോന്നുന്നത്, അല്ലേ? ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. നമ്മുടെ ജോസോൺ ഉണ്ടാകുന്നതിന് മുന്നേ ഞാനൊരു ടീച്ചറായിട്ടാണ് ജോലി ചെയ്തത്. ഒരു LP സ്കൂൾ ടീച്ചറായിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഈ ഒരു പ്രൊഫഷൻ വഴി എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയായിരുന്നു. അതാണ് ഈ ടീച്ചിങ് ജോബിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എ ബേബി സ്മൈൽ ഈസ് എ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ മെൽറ്റ് എനിവൺ ഹാർട്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.